അതെ, നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ തിരക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. കുട്ടികളും മീൻകൂടി തേങ്ങനള്ളത്തിന് ഇവിടെ ഒരാളും കൂടി. അപ്പൊ ചക്കക്കുരു ഇത് തോനുണ്ട് വെച്ചിട്ട് ചിലത് നല്ലതാവും. എന്താ വെച്ചാൽ ചക്കക്കുരു മുഴുവൻ കാത്തോളി. ഇതാണ് അവസ്ഥ. ഇതണ്ടാ എടാ എന്റെ ഞങ്ങളുടെ ബാക്കി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുട്ടിങ്ങനെ പൊള്ളിയിട്ടിങ്ങനെ ഉയിങ്ങിട്ടിങ്ങനെ ശരിക്കും ഒരു എന്താ പറയാ, ഉരുകിയാണ് പോകും. അജാതി ചൂടാണ് മക്കളെ. അടുക്കളയിൽ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റൂല. ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഇന്നലെ ഓടും. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ വന്ന് പെയ്തില്ല. വേർത്തിങ്ങനെ പൊടിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിശേഷം എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. ഇന്ന് ഉച്ചയാണല്ലേ ഇപ്പൊ? അതെ, ഉച്ചക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്നൊരു ഫുഡിന്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എല്ലാരും ചോദിച്ച വീഡിയോ ഉണ്ട്. എല്ലാരും പറഞ്ഞത് ചക്കക്കുരും കൈപ്പങ്ങയും കറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാണ്ട് നമ്മളെ ലൈവിലൊക്കെ ഒരുപാട് ചോദിച്ചിരുന്നു ചക്കക്കുരുവിന്റെ വീഡിയോ കറിന്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാണ്ട്. അപ്പൊ ഞാൻ അവരോട് വാക്ക് പറഞ്ഞു, ഞാൻ നാളെ എങ്ങനെയാലും നാളത്തെ വീഡിയോ അതാണേക്കാരെന്ന് പറഞ്ഞു. അപ്പൊ ഇനി പറഞ്ഞുകാണ്ട് എടുക്കാതിരിക്കുമ്പോ ഒരു അസ്വസ്ഥത. ഒരുപാട് ആളുകൾ അതിന്റെ റെസിപ്പി ചോദിച്ചു. വലിയ സംഭവമായിട്ടല്ല ഇതാണ് എന്താ പറയാ, 100 ആൾക്കാർക്ക് വരുന്ന സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നിയ ഇപ്പത്തെ പുതിയ തലമുറ, പുതിയ കുട്ടികൾക്ക് ചിലപ്പോ പുതിയ തലമുറ അറിയണമെന്നില്ല. മുമ്പൊക്കെ അമ്മമാരുണ്ടാക്കിയതാണ്, ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചക്കിമായൊക്കെ ഉള്ള ഇപ്പത്തെ ഈ വളർന്നു വന്നോലെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഉണ്ടാക്കണ കറി ഇതൊക്കെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒന്ന് അറിയാൻ നോക്കാലോ അല്ലെ. ചക്കക്കുരും എന്തൊക്കെയാണ്, കൈപ്പങ്ങയും കൂടി കറി ഉണ്ടാക്കി നല്ല അടിപൊളി, നല്ല രസമാണ്. ഞങ്ങൾ 2-3 ദിവസം ഉണ്ടാക്കി. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ബീഫ് അയക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ചക്കക്കുരു ഇക്കിടില്ല. ഇവന്റെ പണി എന്താ വെച്ചാൽ ചക്കക്കുരു കിട്ടണം ഈ അടുപ്പിലൂടെ എടുക്കാൻ കിട്ടോട്ടില്ല, കരിഞ്ഞെടുക്കും അടുപ്പിന്റെ ഒക്കെ തന്നെ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ ഈ ചക്കക്കുരു ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ഒക്കെ കാണിച്ചു തരാം. ഓരോരുത്തർക്ക് ഓരോ ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ കയ്യിന് ഓരോ വഴക്കുണ്ടാവും. നന്നാവട്ടെ. അപ്പൊ എങ്ങനെ ഓരോ കൈപ്പുണ്യാണ്. അപ്പൊ നമ്മള് വേറെ അവരെ വീട്ടിൽ ചെന്നപ്പോ അവരുണ്ടാക്കിയ കറി എന്ത് ടേസ്റ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മള് ആ ഒക്കെ ചോദിച്ചറിഞ്ഞ് വന്നാൽ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടൂല. ഇത് വേറെ ടേസ്റ്റ്. എന്താ വെച്ചാൽ നമ്മളെ കയ്യും നമ്മളെ മനസ്സുമാണ്. പക്ഷെ അമ്മരെ മുണ്ട് വലിച്ചില്ല. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ഒക്കെ നോക്കി, എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ, എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടാക്കി നോക്കി വീഡിയോയിലേക്ക് പോവാം. എന്താ ചെള്ള ചക്കക്കുരു മുഴുവൻ എന്താ പണി അറിയോ? ഞമ്മക്ക് ഇവിടുന്ന് കൊടുത്ത് ചക്ക കിട്ടൂല, കിട്ടുന്നതിൽ നിന്ന് എടുത്തേക്കാന്നല്ലാതെ ഇഷ്ടംപോലെ വീട്ടിൽ ചക്ക ഉണ്ട്. അപ്പൊ നല്ല വരിക്ക ചക്ക ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒന്ന് വിവരം പറയുന്നത് ഞങ്ങൾ വന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്തോടെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് ചക്ക. അപ്പൊ എന്താണ് അപ്പൊ ചക്കക്കുരു ഇപ്പൊ അടുത്ത് ഞങ്ങൾ അയൽവാസിന്ന് ഇപ്പൊ ഒരു വിളിച്ചു പറഞ്ഞു നല്ല ഒരുപാട് ചക്ക ഉണ്ട്, നല്ല ടേസ്റ്റുള്ള ചക്ക. 3 ചക്ക 3 പൊളിഞ്ഞുകാണൊക്കെ എകരത്തിന്നിട്ടതായതുകൊണ്ട് പിന്നെ അടിപൊളി ചക്ക, ഞങ്ങൾക്ക് നല്ല ഇഷ്ടായിട്ടാ. പിന്നെ എന്താന്ന് വെച്ചാല് കൈപ്പങ്ങ അതെടുത്ത് വെച്ചിക്കണേ. 2 കൈപ്പങ്ങ ഉണ്ട് കേട്ടാ. 2 കൈപ്പങ്ങ. പുളി കുറച്ച് തോനമാണ് കേട്ടോ. അവര് കുറച്ച് കണ്ടോളി. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും വെച്ചോളൂ. അതെ, അപ്പൊ ചക്കക്കുരു റെഡി. ചക്കക്കുരു 2 കൈപ്പങ്ങ റെഡി. പിന്നെ ചക്കക്കുരു തൊലിച്ചാൻ മടിയുള്ളവർക്കുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം. മടി അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വൃത്തിയുള്ള ഒരു തുണി ഇങ്ങനെ അവൾക്ക് ആയില്ല. എന്നിട്ട് അതിങ്ങനെ എടുക്കുക. ഫുള്ളിടാൻ പറ്റുമോ? ആവശ്യമുള്ള ഇങ്ങനെ വെക്കുക. ഓരോ ചക്കക്കുരു ഇങ്ങനെ മേടുക. അതെ, ജസ്റ്റ് ഒരു മേട്ടം മേടുക. അപ്പൊ പെട്ടെന്ന് തൊലി പോന്നിട്ടില്ല. തൊലിയും പോകുന്ന കഷ്ണം മുറിച്ചണ്ട. അതാ വെരി ഈസി ആണല്ലോ. കഷ്ണം മുറിച്ചത് പണ്ടത്തെ കാലത്തൊക്കെ ഇത് വരണ്ടി ചോരണ്ടി ഇത് ചക്കക്കുരാണ് വരണ്ടി കൂടെ. ഞാൻ അപ്പോ ഇത് കത്തിച്ചട്ടെ എന്നൊക്കെ പറഞ്ഞ അല്ലേ. ഈ ഐഡിയ ശരിക്കും എനിക്കൊന്നും അറിയില്ലട്ടാ. നിങ്ങൾ ചെയ്യല്ലോ. നല്ല പറഞ്ഞ കേട്ടിട്ടില്ലേ? എനിക്കും അറിയില്ലേന്ന്. സെറിമോള് ചെയ്യാനുണ്ട്. സെറിമോള് ഇന്ന് തോച്ചാണ്ട് ഓളുണ്ട് ഇങ്ങനെ മേടിനെ വന്നിട്ട് എന്താണ് ഇത് ചക്കക്കുരു പോലും. അപ്പൊ സെറിക്ക് കൊണ്ടോട്ടി പോയിട്ട് കിട്ടിയ അല്ലല്ല, അത് കൊണ്ടോട്ടേക്ക് പോണിന് മുന്നേ കിട്ടിയതല്ല.
അപ്പൊ ചക്കക്കുരു ഈസി ആയിട്ട് തൊലി എടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അല്ലേ. പിന്നെ മുറിച്ചിങ്ങാണ്ട് കഷ്ണമായി കിട്ടാൻ മതി അല്ലേ പാത്രത്തേക്ക്. ഓക്കെ, ഏതായാലും ഇതിങ്ങനെ പൊളിച്ച് നോക്കട്ടെ അതിപ്പോ വരും. അപ്പൊ ഏകദേശം ഇവിടെ അല്ലേ പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ചുവപ്പ് ചക്കക്കുരുവിന്റെ ഈ സാധനം വരണ്ടിക്കളേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് പ്രതിരോധ ശേഷി കിട്ടുന്ന സാധനം. ഇതിന്റെ ഈ വെള്ളം മാത്രം എടുത്താല് ഇതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള സാധനം ചക്കക്കുരുവിനെ. അപ്പൊ ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത് ഒഴിവാക്കലേ ഇല്ല. ഇതിങ്ങനെ തൊളിച്ചിടും. എളുപ്പമുണ്ട്. തോലൊക്കെ പൊളിച്ച് വരണ്ടി ഉണ്ടാക്കി നോക്കി എണ്ണീച്ച ചക്കക്കുരു വരണ്ടി കൂടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ല മുന്നോ. പ്രത്യേകിച്ച് ഇപ്പൊ അധികം വീടുകളിലും ഒറ്റക്കാണ് അടുക്കളയിലെ പണിയൊക്കെ എടുക്കണം. അപ്പൊ ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. മണ്ണിന് ചക്കക്കുരു ഇതാ ചെറിയ കുരുവാണ്. ചെറിയ കുരുവൊക്കെ തൊളിച്ചുണ്ടാക്കണമെങ്കിൽ ഒരു 10-20 കുരുവൊക്കെ വേണം കേട്ടോ. കുട്ടിമ കുപ്പായൊക്കെ ഇട്ട് വന്നു. അപ്പൊ ചക്കക്കുരു നല്ല നിരനിരായിട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട്. അത് സാധാരണ കുക്കറിലെല്ലാം ഉണ്ടാക്കല്. അപ്പൊ ഞാന് ചാഞ്ചട്ടിയിലല്ല ഞാൻ ഇത് ഉണ്ടാക്കലില്ല. പെട്ടെന്ന് വേവാനും വേണ്ടിട്ട് പെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കാതെ നേരം വൈകിക്കണേ. ഞങ്ങളൊന്ന് ചായ അടിച്ചാനൊക്കെ നേരം വൈകിന് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി നേരം വൈകിക്കണ് കുടിച്ചാന്. അപ്പൊ എന്താ പറയാ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കണേ. പെട്ടെന്ന് മോനൊക്കെ പൈച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഇത് ചാട്ടിൻചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതിട്ടാ. കത്തി പറ നമ്മള് നല്ല മൺചട്ടിയില്ലേ കത്തി ആയിരിക്കണേ. മൺചട്ടിയില്ല ചാട്ടിൻചട്ടി. അതല്ല മൺചട്ടി ഇല്ലല്ല ചട്ടി ചാട്ടിൻചട്ടി വേറെ ഏതായാലോട്ടെ. ചാട്ടിൻചട്ടി മുളക് ഒന്നിട്ടാ മതി. പിന്നെ ഒരു തക്കാളി. ആ ചക്കക്കുരു നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കഷ്ണാക്കിക്കോളിട്ടാ. ഞാൻ എന്റെ ഇതിൽ പെട്ടെന്ന് ആക്കിയതാണ്. ഇതാ കൈപ്പങ്ങ. കൈപ്പങ്ങ നല്ല ഇളയ കൈപ്പങ്ങയാണ്. പക്ഷെ കണ്ട ഇളയതാണ്, ഉള്ളിൽ മൂത്തക്കണാണ്. അതെ അന്നെ കണ്ടായിരുന്നല്ലേ. എന്താ കണ്ടാ നല്ല മൂത്തതാണ്, ഞാൻ ഉള്ളിൽ ഇളയതാണ്. അങ്ങനെയല്ലേ എന്നെ കണ്ടാ നല്ല മൂത്തക്കണ്. എന്റെ പെരുമാറ്റം കണ്ടാ ഞാൻ ഇളയതാണ്. ആകെ ഏറ്റവും ഇഷ്ടം കൈപ്പങ്ങല്ല ചിക്കൻ. 4 ഞാൻ പൊരിച്ചാൽ വെച്ചെടുത്താലും ഇരുന്ന് തിന്നു. എപ്പ തീർന്നു വെച്ചാ മതി. ഇത് മടുക്കണില്ലേന്നാവാ. എങ്ങനെ ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ടേ നല്ല മൂത്തക്കണല്ലോ ഉള്ളൊക്കെ പൊടി വെച്ചിക്കണ കുരുവൊക്കെ. അതെ, കുരൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഇതിക്ക് അരിഞ്ഞിട്ടല്ലേ. ഇവർക്ക് കട്ടിംബോർഡൊന്നും വേണ്ടട്ടാ. എനിക്ക് കട്ടിംബോർഡ് വേണം. പിന്നെ ഇതിന്റെ കട്ടിംബോർഡ് അവിടെ ഇരിക്കണ എടുത്തോ. ഇങ്ങനെ എടുക്കണ്ട മടിക്ക് അന്ന് ഒരാളെ വിളിക്കാൻ എടുക്കാല്ല. അല്ല ഇതിപ്പോ അരിഞ്ഞാ പോരെ എടുത്താണ്. അല്ല ഒന്നുമല്ല. കുടുംബമൊക്കെ കട്ടിംബോർഡാണ്. അതിലെ കൈമിച്ച് സൂപ്പറായിട്ടായി. ഇത് 2 എടുത്തിട്ട് ഇന്നലെ ഞാൻ 1 ഇട്ടീന്ന് കേട്ടാ. ഞാൻ മുമ്പ് കറി വെച്ചപ്പോൾ ഞാൻ 1 ഇട്ടിട്ടുള്ളൂ ഇന്ന്. അപ്പൊ ഇതിൽ കഷ്ണം ഉണ്ടായിരുന്നില്ല. കൈപ്പങ്ങമ്മ തല്ലേന്ന് ഇവിടെ. എനിക്ക് കിട്ടിയില്ലമ്മ, എനിക്ക് കിട്ടിയില്ല. അപ്പൊ കയ്പൊന്നും ഉണ്ടാവൂല. ഇത് നമ്മള് കറി വെച്ച് കഴിക്കുമ്പോ കയ്പൊന്നും ഉണ്ടാവൂലല്ലേ. പുളി ലേശം പുളി നല്ല അത്യാവശ്യമാണ്. നല്ല പുളിപ്പ് വേണതില്ല. പുളി എന്നാല് കറിയായി വരുമ്പോ ഉണ്ടാവൂല. പുളി മീവൈ കയ്പങ്ങാമ പുളിക്കും. വേറെന്താ പിന്നെ മസാല ഇടല്ലേ? ലേശം മഞ്ഞപ്പൊടി മുളകുപൊടി ഇത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. പിന്നെ തേങ്ങ അരച്ച് വെക്കുക. തേങ്ങ അപ്പൊ ഏതായാലും എന്താവും നോക്കാം നമ്മൾട്ടാ. പിഞ്ഞിതി കൊഴിച്ച് ആ പുളി മുഴുവൻ പിഞ്ഞിതി കൊഴിച്ചിട്ടുണ്ട്. ഒരു തീപ്പെട്ട് പാകത്തിന് മഞ്ഞപ്പൊടി. നിങ്ങളൊക്കെ എരിവിന് ഉണ്ടാക്കണ പോലെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി. ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി കഴിഞ്ഞേക്കണേ കൊടുന്നു തന്നെ കേട്ടാ. ഇൻഷാ അല്ലാ. ഒരു സ്പൂൺ മുളക് പൊടി. ഒരു സ്പൂൺ അല്ല, ഒരു ലേശം എരിവിനനുസരിച്ച്. ഇതല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞങ്ങൾക്ക് 4-5 പേർക്ക് 2 പേരും കഴിക്കാനുള്ള കറിക്കുള്ള കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് എടുത്തോളി. ഇനി ഉപ്പിട്ട് കാണ്ട് വേവിക്കാം. വെള്ളം നൂല് വെള്ളം ഒഴിക്കുക. എന്താണ് മിക്സ് ചെയ്തിട്ട് ഇത് അരിഞ്ഞിട്ട് ഉണ്ടാക്കി അതിൽ ടേസ്റ്റ് ഒന്നും കൂടി ഉണ്ടാവും. ഇത് രസമുണ്ട്. എനിക്ക് ഇന്നത്തെ കാലത്ത് വെറും നമ്മൾ ചിക്കനും ബ്രോസ്റ്റും കാര്യമൊക്കെ കഴിക്കുമ്പോൾ ഈ ചക്കക്കുരു എന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ്. ചക്കക്കുരു കിട്ടാനാണ് പ്രയാസം.
കിട്ടാൻ പ്രയാസം ചക്ക ഉള്ളവർക്ക് കിട്ടും. അതെ, ചക്ക എവിടെ ഉള്ളത്? എല്ലാ പിലാവും പേരണം വെട്ടി അധികം വീടുകളൊന്നും പോയി. പക്ഷെ ചക്ക ഉണ്ടാവും, പക്ഷെ നമുക്കൊക്കെ കാര കൊടുന്നില്ല ഉണ്ട്. ആ ചക്ക ഉള്ളവരൊക്കെ ഒന്ന് വിവരം പറഞ്ഞിട്ടാ. നല്ല അടിപൊളി വരിക്ക ചക്ക ഉണ്ടെങ്കിൽ ഞാൻ വരണ്ടേ, ഞാൻ ഭയങ്കര സ്കൂട്ടി ഇട്ടുണ്ട് കേട്ടാ. അത് വേവട്ടെ. അപ്പൊ നമുക്ക് തേങ്ങ റെഡിയാക്കണമെങ്കിൽ തേങ്ങ ഇല്ല ഇവിടെ. തെങ്ങുമെന്ന് തേങ്ങ കുത്തിച്ചാടിച്ചാൻ പറ്റുമോ നോക്കട്ടെ. തേങ്ങ ഇല്ല, മാങ്ങ ഇല്ല. മാങ്ങയുമുണ്ട്, ചക്ക ഇല്ല. തെങ്ങുമ്പത്ത് തേങ്ങ വിളഞ്ഞ് ഇടണോണ്ട് ഒരു തെങ്ങല്ലുള്ളൂ. അപ്പൊ ഇപ്പൊ ഒന്നിങ്ങനെ വിളഞ്ഞ് ഏകദേശം അയക്കണേ. അത് മതി കിട്ടിയാല്. ഞാൻ ഒന്ന് കുത്തിച്ചാടിച്ചിട്ട് വരാം കേട്ടാ. അത് തിളക്കട്ടെ പോത്തിന്. കാര്യങ്ങളെ ഭാഗത്തൊക്കെ ചിക്കൻ എത്ര റുപ്യാണ് ഇന്ന്? ചിക്കൻ എത്ര റുപ്യ ഇന്നത്തെ? ഇന്ന് 130 റുപ്യ കേട്ടോ ചിക്കന് വില. നിങ്ങളെ ഭാഗത്തൊക്കെ എത്ര വില എന്നുള്ളത് കമന്റ് ചെയ്യട്ടാ. എങ്ങനെ രാവിലെ ഞാൻ തേങ്ങ ഏൽപ്പിച്ചിട്ടേ 2 ഇലഞ്ഞിട്ടാണ് കൊടുന്നു തന്നിട്ടുണ്ട്. 3 ഇലഞ്ഞി ഇട്ടിക്കണേ. ഒന്ന് ഞാൻ പൊളിച്ചിപ്പോ ഇലഞ്ഞി. ഇനിയിപ്പോ ജ്യൂസ് അടിച്ചാൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആർക്ക് നഷ്ടം വന്ന്? തെങ്ങിന് മാത്രാണോ നമുക്ക് നഷ്ടം വന്ന്? ഇനി ആ പാല് എങ്ങനെ ഞാൻ പൈസ ചെലവാക്കണ്ടേ? ചെലവാക്കണം. അപ്പൊ പറഞ്ഞ ആ 2 ഇലഞ്ഞി ബാക്കിണ്ട്. ഇലഞ്ഞി തന്നെ കുറച്ച് ഇത്തിരി മൂത്തുക്കണല്ലേ, പക്ഷെ നല്ല ടേസ്റ്റിന് തിന്നാൻ. ഒറ്റ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. ജ്യൂസ് അടിക്കാതെ ജ്യൂസ് അടിക്കാ. പല്ലുമ കടിച്ച ഇങ്ങനെ ഉറപ്പില്ല. എന്ത് അതൊക്കെ അപ്പത്തന്നെ ഓള് വീങ്ങി. ഒരു മുറി തേങ്ങ ഞാൻ ഇപ്പം കൂടി തിന്നേ. ഞാൻ കുറച്ചുള്ളൂ, ഞാനാണ് തോനെ. അപ്പൊ ഇത് കുഴപ്പമില്ല. വളഞ്ഞിക്കണ് എങ്ങനെ മൂത്തിക്കണില്ലേ? പുറത്തു പോകൂലേ? ഒരു കാര്യം വേണ, ഈ ബാവ തേങ്ങ പൊട്ടിക്കുമ്പോതാ ഇങ്ങനെ, ബാവ തേങ്ങ പൊട്ടിക്കുമ്പോതാ ഇങ്ങനെ ഇങ്ങനെ പല ഷേപ്പൊക്കെ ഉണ്ടാവും കേട്ടാ. ഞാനത് പറഞ്ഞാണ് ഞാൻ പൊട്ടിക്കുമ്പോ കേടില്ലെന്നറിയില്ല. എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ പൂജാരികളും ഇതൊക്കെ പറയില്ല. മുട്ടർത്ത പ്രശ്നമുണ്ട്, മുട്ടറക്കാരനെ ഇറക്കുമല്ലോ. ഞാൻ പൊട്ടിച്ചാ എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഇത് കറക്റ്റ് വരുമോ നോക്കെന്നാല്. ഞാൻ പറഞ്ഞ വരൂലാന്നേ. ഞാൻ തേങ്ങ എത്ര മേട്ട മേടി നോക്കി. ഒരു മേട്ടം. അപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നും കേട്ടാ. എനിക്ക് ഒരു പ്രശ്നം, ഞാൻ ക്ലിയർ ആണ്. ഇതാ ഒരു കള്ളൻ തേങ്ങാ വെള്ളത്തിന് ഇവിടെ കാത്തിക്കണതാ. ഇതാ ആ കൊടുത്ത് ആകെ തേങ്ങ തിരക്കൂടെ 2 വ്യക്തികളാണത്. അതെ, നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ തിരക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. കുട്ടികളും മീൻകൂടി തേങ്ങ വെള്ളത്തിന് നോക്കെ. ഇവിടെ ഒരാളും കൂടി തേങ്ങ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. പടച്ച തമ്പുരാനെ കാത്തോളി. ഇതാണ് അവസ്ഥ. ഇതണ്ടാ എടാ അന്റെ തേങ്ങ ബാക്കി എവിടെ? ഒരു മുറുക്കുടിച്ചാളാ. സൂപ്പർ, ഒന്നും പറയാനില്ല. ഇന്ന് മില്ലുണ്ടാവില്ല, അറിയില്ല. നമ്മള് മില്ല് അവിടെ തുറന്നല്ലേ. അവിടെ ഇഷ്ടം പോലെ തേങ്ങ മണി കിട്ടും. ഞാൻ കൊണ്ടുണ്ട് ഇഷ്ടം പോലെ. മില്ലിൽ അവിടെ പച്ചത്തേങ്ങ കൊടുന്ന ആട്ടി പിന്നെ എണ്ണാക്കി കൊടുക്കുന്ന മില്ലുണ്ട് നമ്മളോട്. അപ്പൊ അവിടെ നമ്മളെ ബാപ്പുവിന്റെ കുഞ്ഞുവിന്റെ ഒക്കെ കറക്റ്റ് മുറിഞ്ഞ് ഇതെങ്ങനെ പറ്റുമോ? ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തേക്കണോ? തേങ്ങ പൊളിച്ചത് വെട്ടിയിട്ടുള്ള പരിചയമില്ലല്ലോ. എന്ത് ചെയ്യാ, എനിക്ക് പരിചയമില്ലല്ലോ. ഞങ്ങളൊക്കെ ഇനിയിപ്പോ ഗൾഫിൽ നിന്നും തന്നെ അത് എന്തെങ്കിലും തച്ചുപിടിച്ചലാണ്. അവിടെ അതൊന്നും ഇല്ലല്ലോ. ഏതായാലും ഓക്കെ, എന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഡേ തേങ്ങ മുറിയുമ്പോ ഒരു മേട്ടേ മേടാൻ പാടുള്ളൂ. ഈ ബാവ ഒരു 5-6 മേട്ടം മേടിച്ച് തേങ്ങ വെച്ചുള്ളൂ. ഏതായാലും ഇനി ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇനി ഇതേമാതിരി പറ്റുമോ നോക്കണല്ലോ. അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. പുളിയൊന്നും നോക്കിയാനേ വേണല്ലോ. അല്ല കുഞ്ഞോ ശരിക്ക് ഇത് വലിയ മുറിയാണ്, ഇത് ചെറിയ മുറിയാണ്. ശരി, ഞങ്ങൾക്ക് ഈ മുറി മതി. ഇപ്പൊ അതേ മതില്ലേ? വലുത് വേണ്ട. പക്ഷെ കറി ഫ്രിഡ്ജിൽ വെക്കാൻ ഉണ്ടാക്കി വെച്ചാലതാ പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോ നമ്മൾ എടുക്കൂല. വേറെ കറി വെച്ചാലോ. അപ്പൊ അതിനാണ് നല്ല ഫ്രിഡ്ജിൽ വെക്കാൻ കറി ഉണ്ടാക്കായല്ലേ. അപ്പൊ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? വെളുത്തുള്ളി പോണ 2 ഓണ വെളുത്തുള്ളി. 2 വെളുത്തുള്ളി. ഇത്തിരി 3 ഇട്ടാ. ചെറുതാണേ, അവിടെ ഞാൻ 3 ഇട്ടാ. ചീരുള്ളി മാണാ? ചീരുള്ളി ആണോ? ചീരുള്ളി മസ്റ്റ് ആണ്. ചീരുള്ളി ചീരുള്ളി
അപ്പൊ ഈ ചീരുള്ളി എന്ന് പറയുന്നത് ചുവന്നുള്ളി, ചെറിയ ഉള്ളി. അതെ, ചീരുള്ളി, ഉള്ളിക്കാട്ട. ഇവിടുത്തെ മലപ്പുറം നമ്മളെ ഭാഷയാണ്. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി. വെളുത്തുള്ളിയുടെ ഓണ അല്ലേ? വെളുത്തുള്ളിയുടെ പോണ, അല്ലിന്ന് കളിച്ചില്ലേ നമ്മളവിടെ പോണ. തമ്പി എന്നാ പണ്ടിട്ട് இருக்கீங்க? என்ன അപ്പാന്നൊക്കെ പഠിച്ചാ തമ്പി? ആ സായി സാറിന്റെ വീഡിയോ ഉണ്ട് കണ്ടേ. തമിഴ് പഠിക്കണ കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഫാമിലി ഉണ്ട് തമിഴ്നാട്, ഊട്ടിയില്. അവിടെ പോയി ഒരു 10-15 ദിവസം നിന്നാ മതി. ചെറിയ ഡിഫറൻസ് ഉള്ളൂ രണ്ടും കൂടി. തമിഴ് പഠിച്ചാൽ പോരാ. ഇപ്പൊ നമ്മള് മലയാളത്തിൽ എന്താ വിളിക്കലേ? ഉമ്മ അമ്മ എന്ന് വിളിക്കൂലേ? അപ്പൊ അമ്മ, ലേശം ജീരകം, മറ്റേ അമ്മ, അത്രേ ഉള്ളൂ. ഇതല്ല ജീരക ചെറുതാ വലുതാ? ചെറിയ ജീരകം, ചെറിയ ജീരകം. നല്ലീരം. മറ്റൊക്കെ മോശമാണോ? അല്ലല്ലോ. കറിപ്പത്ത. എടാ അപ്പൊ കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ ആണ് ഇപ്പൊ ചെറിയ ജീരകം അല്ലേ? എന്താ പറയാ? കുമിൻസീഡ്ന്നോ? കുമിൻസീഡ്. ചെറിയ മിക്സിയിലിട്ട് വേഗം അറിയാൻ നന്നായിട്ട് അറിയാൻ വേണ്ടിട്ട് ആണ് ഇട്ടിട്ടുള്ളത്. സോഡാ പാനി ഡാല. ഇവരൊക്കെ കൊൽക്കേണ്ടത് വെള്ളം കുടിച്ചു. എനിക്ക് കൊൽക്കേണ്ടത് വെള്ളം കുടിച്ചിട്ട് പറ്റേയില്ല. മാളോ ഇത് തിളപ്പിച്ച് വെന്ത് പുറത്തിറക്കില്ലേ? ബന്ധു. അപ്പൊ തേങ്ങ അരച്ചത് ഒഴിക്കാൻ പോകണല്ലേ? ഒന്നും കൂടെ അരണ. ചെറിയ മിക്സി ജാറിന് പണി വയ്ക്കണം. പെട്ടെന്ന് കംപ്ലൈന്റ് ആയപ്പോഴാ കണ്ടത്. ഇന്നലെ എന്തോ ഒച്ച കേട്ടിന്ന് ഞാൻ ഇന്നലെ അരച്ചപ്പോ ഒരു സൗണ്ട് മാറ്റം കണ്ടിന്ന്. തേങ്ങ അരച്ചു. അത്യാവശ്യം കറിയുണ്ട്. ഇനി ഇത് തിളപ്പിക്കാൻ പോകുന്നും കൂടി അല്ലേ? എന്നിട്ടോ പിന്നെ കടുക് വറക്കുക. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോ ചക്കക്കുരും കൈപ്പങ്ങയും അതായത് പാവക്ക രണ്ടും കൂടി ഉള്ള കറി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി തിളച്ചിട്ട് വറവിടാനും കൂടി ഉണ്ടാവും അല്ലേ? വെന്തോ. ചോറ് ഊറ്റാൻ പോകണേ. അപ്പൊ ഇതിന് കറി കളി ഇത് മൂടി വെക്കണേ? വേണ്ട. അവ ചോറ് റെഡിയായി, കറി അവിടെ റെഡി ആയിട്ട് ചിക്കൻ കഴുകാൻ വെച്ചിട്ടുണ്ട്. അത് മസാല ഇടാ. പുള്ളിയുള്ള പാട ഇത്ര ഞാൻ വാങ്ങി തന്നേ. മൺചട്ടി ചാറ്റിൻ ചട്ടിക്ക് മാറ്റിട്ടാ. നമ്മള് ചട്ടിനെ പറ്റിച്ച്. അതെ, ചട്ടിനെ പറ്റിച്ചുകൊണ്ട് ലാസ്റ്റ് ആ ചട്ടിയെ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ എളുപ്പം വെക്കണ ഇതിക്കാണ് വെച്ച് കൊടുക്കലാണ്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി. അല്ല, ഇതിലിരിക്കണം നല്ല കറിന്റെ ടേസ്റ്റ് ഇല്ല. മൺചട്ടിക്ക് വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചിക്കൻ കഴിയല്ലോ എന്നാല്. അപ്പൊ നമുക്കിത് കടുകറക്കാം. എണ്ണ ചൂടായി, കടുകിട്ട് മോശം വേണ്ട കേട്ടോ. എന്നോട് വെച്ചോ, എന്നോട് വെച്ച് കറിയിൽ തോന കടമ്പോ എന്താ കടുകിന്റെ കുപ്പി മറിഞ്ഞാന്ന് വെക്കുന്നത്. ചോന്നമുളക് കിട്ടിയാ? അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടുണ്ട്. ചോന്നമുളക് കറിവേപ്പിലിടാൻ പോലെ അല്ലേ? അങ്ങനല്ലേ? അപ്പോ അത് നേരെ സ്വാദിഷ്ടമായ കൈപ്പങ്ങയും പിന്നെ ചക്കക്കുരുള്ള കറി റെഡി ആയിട്ടുണ്ട്. മൂടി വെച്ചിട്ടുണ്ട് സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ. ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഉച്ചക്കുള്ള ചിക്കൻ എന്നൊരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാണ്ട് അതിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരട്ടെ. അതിനിപ്പോ നിങ്ങൾ കാണിക്കണില്ല. ഇതിന് ഇഷ്ടം പോലെ ആയി. നിങ്ങൾക്ക് ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും, കുറെ നേരമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതിന്റെ പേര് അപ്പോ കറികളെല്ലാം ഉണ്ടാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. കറി ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അതെ. അപ്പോ എന്താ പറയാ, ഇത്
ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ. ചിക്കന് പിന്നെ നമുക്ക് പല പേരിട്ട് ഉണ്ടാക്കാലോ. അതെ, ഏത് കോലത്തിൽ ഉണ്ടാക്കിയാലും ചിക്കൻ ഏത് കോലത്തിൽ ഉണ്ടാക്കിയാലും ഞങ്ങൾ കഴിക്കും ചെയ്യും അല്ലേ. അപ്പൊ ഈ ചക്കക്കുരു കൈപ്പങ്ങന്റെ കറി ആവശ്യമുള്ളവർ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും, ഉപകാരപ്പെടട്ടെ. തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യാ. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യോണ്ടിട്ടാ. അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ അറിയിച്ചോണ്ടി, നല്ലതായാലും മോശമായാലും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോ നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.